സോഷ്യൽ മീഡിയയിൽ ഏറെ അറിയപ്പെടുന്ന താരങ്ങളാണ് ആഷി എന്ന ആഷിഖും ജാസിൽ എന്ന ജാസിയും. സോഷ്യൽ മീഡിയയിൽ ഏറെ ആരാധകരുള്ള താരങ്ങളാണ് മലപ്പുറം സ്വദേശിയായ ജാസിൽ ജാസിയും ആഷിഖും. നീ പെണ്ണാണോ, ഗേ ആണോ, ലെസ്ബിയൻ ആണോ എന്ന് തുടങ്ങുന്ന പരിഹാസങ്ങൾ മുതൽ കേട്ടാലറക്കുന്ന അശ്ലീലങ്ങൾ വരെ നേരിട്ടാണ് ഇവിടെ വരെ ജാസിൽ ജാസി എത്തിയത്. സ്ത്രീയുടെ മനസ്സുമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ജാസിലിന് എല്ലാ കാലവും പിന്തുണയുമായി നിന്നിട്ടുള്ള പങ്കാളിയും സുഹൃത്തുമായ ആഷിയാണ്. 7 വർഷത്തോളമായി ഇരുവരും ഒരുമിച്ചാണ് താമസം. ദുബായിൽ ബിസിനസ് ഉണ്ട് ഇരുവർക്കും. ഇപ്പോഴിതാ തന്റെ എല്ലാമെല്ലാമായ ആഷിയെക്കുറിച്ച് തന്റെ സ്വത്വവും വ്യക്തിത്വവും തുറന്നു പറയുകയാണ് ജാസിൽ ജാസി. പരിചയപ്പെട്ട നാൾ മുതൽ തന്നെ ഒരു സ്ത്രീയായാണ് ആഷി എന്നെ കാണുന്നതെന്നും ജാസിൽ പറയുന്നു. എനിക്ക് 28 വയസ്സാണ് പ്രായം. ആഷിക്ക് എന്നേക്കാൾ 1 വയസ്സ് കുറവാണ്. 27 വയസ്സ് മാത്രമേ അവന് പ്രായമുള്ളൂ. താടി ഉള്ളത് കൊണ്ടാണ് മെച്യൂരിറ്റി തോന്നുന്നത്. താടി പോയാൽ ചെറിയ കുട്ടിയാണ് ആഷിഖ്. താടിയുള്ളതാണ് ഭംഗി. അതാണ് എനിക്ക് കാണാനും ഇഷ്ടം. മുമ്പ് താടി വെച്ച് ഞാൻ സ്ത്രീ കഥാപാത്രങ്ങളായി റീൽ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുമ്പോഴും മോശം കമന്റ് വരാറുണ്ട്. ചിലപ്പോഴൊക്കെ വിഷമവും തോന്നും. പിന്നെ എൻ്റെ സന്തോഷത്തിനനുസരിച്ചാണ് ഞാൻ മുന്നോട്ട് പോകാമെന്ന് കരുതിയത്. ഞാൻ ഇടുന്ന വസ്ത്രങ്ങളുമായി ബന്ധപ്പെട്ട എൻക്വയറി വരുന്നതുകൊണ്ടാണ് സ്വന്തമായി സാരിയുടെ ഒരു പേജ് തുടങ്ങാമെന്ന് കരുതിയത്. പലരും എൻ്റെ സാരി കളക്ഷൻ കാണുമ്പോൾ അതേക്കുറിച്ച് ചോദിച്ചു എത്താറുണ്ടെന്നും ജാസിൽ വ്യക്തമാക്കുന്നു. 7 വർഷത്തിൽ കൂടുതലായി ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നു. ഞങ്ങളുടെ വരുമാനം ഷോപ്പാണ്. പിന്നെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായതിനാൽ ഇന്റർവ്യൂ, പ്രൊമോഷൻ, ഉദ്ഘാടനങ്ങൾ എന്നിവ വഴിയൊക്കെ പേയ്മെന്റ് കിട്ടാറുണ്ട്. ടിക്ടോക്ക് വഴിയും പേയ്മെന്റ് കിട്ടുന്നുണ്ട്. ലൈവ് സ്ട്രീമിങ്ങിലൂടെ പണം സമ്പാദിക്കാൻ കഴിയുന്നുമുണ്ട്. പെർഫ്യൂമിന്റെ ഷോപ്പാണ്. 10 ലക്ഷം വരെ വരുമാനമുണ്ടെന്നൊക്കെ വെറുതെ ആളുകൾ പറയുന്നതാണ്. പരിചയപ്പെട്ടപ്പോൾ മുതൽ ആഷി എന്നോട് സംസാരിക്കുന്നതും പെരുമാറുന്നതും എല്ലാം ഒരു പെണ്ണിനോട് സംസാരിക്കുന്നത് പോലെയാണ്. ഞാനും ഒരു ലേഡിയെ പോലെയാണ് ആഷിയോട് സംസാരിക്കുന്നത്, പെരുമാറുന്നതും അങ്ങനെ തന്നെ. താടി ഉണ്ടെന്ന് കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കാണ് ആഷിയെ നന്നായി അറിയാവുന്നത്. ആഷി എപ്പോഴും ഒരു സ്ട്രൈറ്റ് പേഴ്സൺ ആണ്. ആഷി ബൈസെക്ഷൽ ആണെന്ന് ഞാൻ ഒരിക്കൽ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. പക്ഷേ ബൈസെക്ഷൽ അല്ല. ഒരു ട്രാൻസ്ജെൻഡറിനെയോ ഗെയ്യോ സെക്ഷലി ഇഷ്ടപ്പെടുന്നയാളുമല്ല. പെൺകുട്ടിക്കൊപ്പം സെക്സ് ചെയ്യാൻ തന്നെയാണ് ആഷിക്ക് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ട്രാൻസായ ഞാൻ എന്തിന് ആഷിക്കൊപ്പം നിൽക്കുന്നുവെന്ന് പലരും ചോദിക്കാറുണ്ട്. എന്നെ ആഷി ഒരു സ്ത്രീ എന്ന രീതിയിലാണ് കാണുന്നത്. ജീവിതം എന്ന് പറയുമ്പോൾ സെക്സ് എന്നതിനപ്പുറം രണ്ടുപേരും തമ്മിലുള്ള മനസ്സിന്റെ ഒരു ബോണ്ടുണ്ട്. അതാണ് ആഷിയെയും എന്നെയും പിടിച്ചു നിർത്തുന്ന ഘടകം. അതുകൊണ്ട് തന്നെ ഞാൻ ട്രാൻസ് ആയതുകൊണ്ട് ആഷി എന്നെ നാളെ ഉപേക്ഷിക്കുകയുമില്ലെന്നും ജാസിൽ കൂട്ടിച്ചേർത്തു.